ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ മഹോദ്രവത്തിലൂടെ കടന്നു പോകുമോ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടി ഇല്ല. എന്നാൽ മഹോദ്രവകാലത്ത് സഭ എവിടെയായിരിക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടി സഭ ഭൂമിയിലായിരിക്കും. പെട്ടെന്ന് തള്ളിക്കളയാതെ വീഡിയോ പൂർണ്ണമായി കേട്ടാൽ തിരുവചനം ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി നിലനിൽക്കുന്ന ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാതെ തന്നെ സംശയ നിവാരണങ്ങൾ നടത്തിക്കൊണ്ടുള്ളൊരു പഠനം ഈ വേറിട്ട ചിന്തയുടെ 88ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ശ്രമിക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ മണവാട്ടിയെ സഭയെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നത് ഏത് സമയമാണ് എന്നുള്ള പഠനത്തെ മാനദണ്ഡമാക്കി വച്ചിരിക്കുന്നത് പരീക്ഷാകാലം, യാക്കോബിൻ്റെ കഷ്ടകാലം, മഹാപീഡനം, കോപദിവസം, യഹോവയുടെ ദിവസം എന്നൊക്കെയും പറയുന്ന ആ മഹോദ്രവ കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വേദപഠിതാക്കൾ സഭയുടെ ഉത്പ്രാവണത്തെക്കുറിച്ചുള്ള ഒരു സമയക്ലിപ്തത രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രധാനമായും ഈ വിഷയത്തെക്കുറിച്ച് 3 അഭിപ്രായങ്ങളാണ് വേദപഠിതാക്കളുടെ ഇടയിൽ നിന്നുള്ളത്. എന്നാൽ ഇത് സ്കിപ്പ് ചെയ്ത് കളയാതെ അല്പസമയം നിങ്ങൾ ഈ വീഡിയോ സശ്രദ്ധം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചില പുതിയ ആശയങ്ങൾ വചനത്തിൻ്റെ തെളിവുകളോടെ ലഭിക്കും. നിശ്ചയമാണ്. ഒരു വ്യക്തിയുടെ വീഡിയോ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം സഭ മഹോദ്രവത്തിന് മുൻപ് എടുക്കപ്പെടും എന്ന് പഠിക്കുന്നൊരു കൂട്ടത്തിലാണ്. എന്നാൽ അദ്ദേഹം ആ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ മഹോദ്രവത്തിന് ശേഷമാണ് സഭ എടുക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ കണ്ടമാനമങ്ങ് പിന്തള്ളിക്കൊണ്ടുള്ള ഒരു അവതരണമാണ്. താൻ പറയുന്നത് ദുരുപദേശമാണ്. താൻ പറയുന്നത് ഏദൻ തോട്ടത്തിൽ സർപ്പം വന്ന് പാമ്പ് വന്ന് ഹവ്വയോട് ചോദിച്ചതുപോലെയുള്ള കൗശല ചോദ്യങ്ങൾ ചോദിച്ചാണ് ഈ കൂട്ടർ വരുന്നത്. അപ്പോൾ നോക്കിക്കേ, അങ്ങനൊരു വേദപുസ്തകത്തിലൊരു വിഷയത്തെ ഒരു പ്രത്യേക രീതിയിൽ അതിന് വീക്ഷിച്ചു എന്നുള്ള കാരണത്താൽ ഏദൻ തോട്ടത്തിലെ സർപ്പത്തിന് തുല്യമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം ദുരുപദേശമെന്നാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ താൻ വിലയിരുത്തിയത്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഇതൊരു അടിസ്ഥാന ഉപദേശത്തിൽപ്പെട്ട കാര്യമല്ല. അതായത് ഒരു മനുഷ്യൻ്റെ നിത്യരക്ഷയ്ക്കോ നിത്യജീവനോ അതിലേക്ക് കടക്കാതെ വഴി തെറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു ഉപദേശം ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. സഭ മഹോദ്രവത്തിൻ്റെ മുൻപെടുക്കപ്പെട്ടു എന്ന് പഠിച്ചാലും, അതിൻ്റെ മധ്യത്തിലെടുക്കപ്പെട്ടു എന്ന് പഠിച്ചാലും, അല്ല അതിന് ശേഷമാണെന്ന് പഠിച്ചാലും അത് തൻ്റെ രക്ഷയെ ബാധിക്കുന്നൊരു കാര്യമല്ല. സത്യദൈവത്തിലേക്ക് തന്നെ നയിക്കുന്ന അടിസ്ഥാന ഉപദേശത്തിന് പിഴവ് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപദേശത്തിൽപ്പെട്ട കാര്യമല്ലാത്തത് കൊണ്ട് തെറ്റായി വീക്ഷിച്ചാലും ദുരുപദേശമെന്ന് പഠിപ്പിക്കരുത്. ആ പദപ്രയോഗം ശരിയല്ല. അതേസമയത്ത് യേശുക്രിസ്തു ദൈവമല്ല എന്നും കേവലം മനുഷ്യപുത്രൻ മാത്രമാണെന്നും ചിലർ പറയുന്നു. സഭ അങ്ങനെ കർത്താവൊന്നും വരത്തില്ല, സഭ എടുക്കപ്പെടത്തില്ല, സ്നാനം ആവശ്യമില്ല, ശൈശവ സ്നാനമൊന്നും ഏറ്റില്ലേ, അത് മതി എന്നൊക്കെ പറയുന്ന ഉപദേശങ്ങളെയാണ് ദുരുപദേശമെന്ന് പറയുന്നത്. ഇതൊരു വിഷയത്തെ തെറ്റായി ധരിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ മുഖവരയിലേക്ക് അധികം പോകുന്നില്ല. ഇവിടെ സഭ മഹോദ്രവത്തിന് മുൻപ് എടുക്കപ്പെടുമെന്ന് അവകാശപ്പെടുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന വാക്യങ്ങൾ പലതുണ്ട്. എന്നാൽ അവരുടെ വീക്ഷണത്തിൽ തന്നെ ഏറ്റവും ശക്തമായ തെളിവ് എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാക്യവും അതിൻ്റെ വിശദീകരണമുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. അത് കേട്ടിട്ട് തുടർന്ന് അവർ അവതരിപ്പിക്കുന്ന വാക്യങ്ങൾ നമ്മൾ പഠനവിധേയമാക്കണമോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. കാരണം ഏറ്റവും പ്രാഥമികമായി ഏറ്റവും പ്രധാനമായി അവർ കൊണ്ടുവരുന്ന ഏറ്റവും ശക്തമായ തെളിവിന് അടിസ്ഥാനമില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ പുറകെ പോകണ്ടല്ലോ. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് കേട്ടിട്ട് ചിന്തിക്കാം, നമുക്കിതൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് പഠനത്തിനായി നമുക്കതിലേക്ക് ഇറങ്ങാം. അപ്പോൾ സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോവുകയില്ല എന്ന് വ്യക്തമായി പറയുന്ന കുറച്ച് വചനങ്ങൾ ഒരു വീഡിയോയിൽ കൂടെ അങ്ങനെ കളക്റ്റീവായിട്ട് പറയുന്ന കുറച്ച്
വചനങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ഇട്ടാൽ പലർക്കും അത് പ്രയോജനപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഏറ്റവും വ്യക്തമായിട്ട് സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോവുകയില്ല എന്ന് പറയുന്ന വചനമാണ് 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 9-10 വചനങ്ങൾ. 10-ാമത്തെ വാക്യം, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നു. അതായത് കോപ ദിവസത്തിന് മുൻപേ യേശു നമ്മളെ സ്വർഗത്തിൽ നിന്ന് വരുമെന്നും വിടുവിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് വചനമുണ്ട്. പക്ഷെ ഇതൊരു ചെറിയൊരു ഒറ്റൊരു 10 വാക്കുള്ള ഒരു സെന്റൻസ് ആണ്. നമ്മൾ പൊതുവെ വായിക്കുമ്പോൾ ഇത് മിസ് ചെയ്ത് പോകാൻ വഴിയുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ ഈ കൺസെപ്റ്റ് എല്ലായിടത്തും ഉണ്ട്, ബൈബിളിൽ ഈ കൺസെപ്റ്റ് എല്ലായിടത്തും ഉണ്ട്. എന്നാലും വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ആ വാചകം ഒരിക്കൽ കൂടെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ വ്യക്തമായിട്ട് ഈ ദുരുപദേശം ചോദിച്ച് നടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല വചനമാണ് ഇത്. 1 തെസ്സലോനിക്കർ 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ജീസസ് ഹു റെസ്ക്യൂസ് അസ് ഫ്രം ദ കമ്മിങ് റാത്ത്. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മളെ റെസ്ക്യൂ ചെയ്യുന്നത് യേശുവാണ്. ഇനിയും താനോട് പറയുന്ന തെളിവ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് വിടുവിക്കുന്നവൻ ആയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുന്നു. എന്നാൽ ഇവിടെ മലയാളം ബൈബിൾ അതിൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കുവാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ട്രാൻസ്ലേഷനാണ് KJV. കിങ് ജെയിംസ് വേർഷനിൽ അവിടെ വിടുവിക്കുന്നവൻ എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്നത് ഡെലിവേർഡ് എന്നുള്ള പാസ്റ്റ് ടെൻസാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് KJV മാത്രമല്ല, അതിപ്രാധാന്യം കൊടുത്ത് ബൈബിൾ പഠനത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ട്രാൻസ്ലേഷനുകളിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ആധുനിക പരിഭാഷയായ ചില ബൈബിളുകളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പാസ്റ്റ് ടെൻസിലല്ല. എന്നാൽ KJVയിലും മറ്റ് ചില വേർഷനിലും പറയുന്നതിനനുസരിച്ച് ഇവിടെ വിടുവിച്ചു എന്ന പാസ്റ്റ് ടെൻസ് പറയുന്നതിൻ്റെ അർത്ഥം കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ വരുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിടുവിച്ച് അവൻ രക്ഷയ്ക്ക് അവകാശിയായി നിൽക്കുകയാണ്. ഇനി അവൻ്റെ ജീവിതത്തിൻ്റെ പിഴവ് കൊണ്ട് അത് അവനെ കൊണ്ട് കളയാം. അതിൻ്റെ വിശദീകരണം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള വിഷയത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഒന്നുകൂടി അതിനെ വ്യക്തമാക്കുവാൻ, മിസ്രൈമിൽ നടന്ന ബാധകൾ 10 ബാധകൾ നടന്നു. അതിലേറ്റവും ഘോരമായത് കടിഞ്ഞൂൽ സംഹാരമായിരുന്നു. ആ സംഹാരം സകല കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള ഭവനങ്ങളിലേക്ക് ആ സംഹാരദൂതൻ ചെല്ലുമ്പോൾ ഇത് കർത്താവ് മോശയോട് പറഞ്ഞു, നിങ്ങൾ ആബീബ് മാസം 10-ാം തീയതി ഒരു ആടിനെ പിടിച്ചു കെട്ടി 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. ഈ ആടിൻ്റെ രക്തമെടുത്ത് ഇസ്രായേൽ ജനം താമസിക്കുന്ന വീടുകളുടെ കട്ടളമേലും കുറുമ്പടിമേലും ഇത് പുരട്ടണം. അത് പുരട്ടിയ ആ നിമിഷം മുതൽ വരുവാൻ പോകുന്ന ആ വലിയ സംഹാരത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിച്ചു. അത് ദൈവം പ്രഖ്യാപിച്ച വിടുതലത്. ഇനി ആ സംഭവം കൊണ്ട് വന്നാൽ മതി. അപ്പോൾ സംഹാരദൂതനോട് വന്നപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം തടഞ്ഞു നിർത്തിയത് ഒരു ആടിൻ്റെ രക്തം ആണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ പരിചയപ്പെടുത്തിയ അതേ യോഹന്നാൻ തന്നെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ നിങ്ങൾ ബുദ്ധി ഉപദേശിച്ചതാര്? ചോദിക്കുന്നത് അങ്ങനെയാണ്. വരുവാനുള്ള കോപം, അതാണ് മഹോദ്രവകാലം. അപ്പോൾ ആ മഹോദ്രവകാലത്തെക്കുറിച്ച് ഒരു വാക്ക് താൻ ഇത്രയും മാത്രം പറഞ്ഞിട്ട് ഉടനെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയാണ്. ഇത് തമ്മിലൊന്ന് കണക്റ്റ് ചെയ്ത് പഠിച്ചേ. മഹോദ്രവകാലത്തെ പരിചയപ്പെടുത്തുന്നു, എന്നിട്ട് കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ സംഹാരദൂതൻ വരുന്നു, ആടിൻ്റെ രക്തത്തെ കുറിച്ച് ദൈവം പറയുന്നു. തമ്മിലൊരു ബന്ധമില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷാപ്രയോഗത്തിൽ
വിടിവിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഡെലിവേർഡ് എന്നാണ് പറഞ്ഞത്, വിടിവിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭാഷാപ്രയോഗത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം അത്ര ബലമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏത് മഹോദ്രവകാലത്തിന് മുൻപേ സഭ എടുക്കപ്പെടും എന്ന് പറയുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവ് തൻ്റെ മണവാട്ടിയെ പീഡനത്തിന് വിട്ടുകൊടുക്കുമോ? ഇതാണ് ചോദ്യം. അതിന് മറുപടിയായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സഭ മഹോദ്രവത്തിലൂടെ കടന്നു പോകുകയില്ല, എന്നാൽ മഹോദ്രവ കാലത്ത് സഭ ഭൂമിയിലായിരിക്കും. ഇതെങ്ങനെ പൊരുത്തപ്പെടും? ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പം പുറത്ത് 1 മണിക്കൂറായിട്ട് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ ഞാനിതിനകത്ത് നനയാതിരിക്കുക. മനസ്സിലാക്കണം, മഴയുടെ ആഘാതമോ അതിൻ്റെ നനവോ എന്നെ ഏശിയില്ല. മഴ പെയ്യുമ്പോൾ ഞാനിവിടെയുണ്ട്. മഴ പെയ്യുന്ന സ്ഥലമായ അടിമാലിയിൽ ഞാനുണ്ട്. പക്ഷെ ഞാൻ സുരക്ഷിതനാണ്. ആശയം മനസ്സിലാക്കാമല്ലോ. ഇത് എൻ്റെ ആശയമാണോ അത് വിശുദ്ധ വേദവസ്തും പഠിപ്പിക്കുന്ന ആശയമാണോ? നമുക്കതിനായി ചില വചനങ്ങളിലേക്ക് നമുക്ക് തെളിവിനായി അന്വേഷിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവിടെ പരിചയപ്പെടുത്തുന്നത് ഭക്തരെ പരീക്ഷയിൽ നിന്ന് വിടിവിക്കുന്ന ഒരു കർത്താവ്. ഇനി 2-ാമത്തെ തെളിവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? പിതാവിനോട് പറയുന്നതാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എത്രയോ വ്യക്തമായിട്ടാണ് പറയുന്നത്. അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. അപ്പോൾ നോക്കിക്കുക, ദുഷ്ടൻ അവിടെ അവൻ്റെ പരിപാടികൾ അവനവിടെ നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന, കാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സംരക്ഷണ പരിപാടിയെ നമുക്ക് ഈ വചനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. 3-ാമത്തെ തെളിവ് അതിലും ശക്തമാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുകയാണ്. സഹിഷ്ണുതയെക്കുറിച്ച് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ആദ്യത്തെ യോഹന്നാൻ 17:15 വെളിപ്പാട് 3:10 കൂടി ചേർത്ത് വെച്ച് വായിച്ചേ. ഭൂമിയിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ അവനെ കാത്തുകൊള്ളും, ഞാൻ അവരെ കാക്കും. മറിച്ച് അവരെ ഭൂമിയിൽ നിന്ന് എടുക്കുവാനല്ല, അവരെ കാക്കും. ഈ 3 വാക്യം പോരെ. മഹോദ്രവ കാലത്ത് സഭ ഭൂമിയിലായിരിക്കുമെന്നും എന്നാൽ മഹോദ്രവത്തിലൂടെ കടത്തിവിടുകയില്ലെന്നും അതിൻ്റെ നടുവിൽ അവരെ സംരക്ഷിക്കും എന്നുള്ളതിന് 3 വാക്യം പോരെ. ഒന്നിൽ കൂടുതൽ വേണോ? വിശ്വാസമുള്ളവർക്ക് 1 വാക്യം മതി. പിന്നെ 2-3 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കാവുന്ന വചനമുള്ളത് കൊണ്ട് 2 അല്ല 3 തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നിഴലായിരുന്നു മിസ്രൈമിൽ നടന്നത്. ഞാൻ എൻ്റെ വേറിട്ട ചിന്തയുടെ ഭാഗം 13 നിങ്ങളൊന്ന് കേട്ടാൽ, ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ പോയതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ നിഗൂഢമായ പദ്ധതി, അത് അബ്രാഹാം പക്ഷിയെ പിളർക്കാതെ കൊണ്ടൊന്നുമല്ല. അതിൽ ദൈവം എന്നെ പഠിപ്പിച്ചത്, ദൈവാത്മാവ് എന്നെ ഗ്രഹിപ്പിച്ചത് ഞാൻ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. 13-ാം ഭാഗം നിങ്ങൾ കേൾക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണ പദ്ധതിയെ മഹോദ്രവ കാലത്തും തൻ്റെ സഭയെ, തൻ്റെ മണവാട്ടിയെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ദൈവം നിഴലായി കാണിച്ചു കൊടുത്തതായിരുന്നു മിസ്രൈമിൽ നടന്ന സംഹാരദൂതൻ്റെ താണ്ഡവമാടലും അതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ മക്കളെ പരിപാലിച്ചതും. അപ്പോൾ സഭ മഹോദ്രവത്തിന് മുമ്പ് എടുക്കപ്പെടും എന്ന് പറയുന്നവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനി എനിക്കൊരു ചോദ്യമുണ്ട്, അതിന് നിങ്ങൾ മറുപടി തരണം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ 5-ാം മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിമിത്തം ശിരസ് ഛേദിക്കപ്പെടുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തവരുടെ ആത്മാവ്, അത് എപ്പോൾ മുതൽ? സഭ സ്ഥാപിതമായ കാലം മുതലേ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ആത്മാവ് ചോദിക്കുകയാണ്, ഞങ്ങളോട് ഇത് ചെയ്തവരോട് പ്രതികാരം ചെയ്യുവാൻ ഇനി എത്ര താമസമുണ്ട്? മറുപടി, നിങ്ങളെപ്പോലെ ഇനിയും ചിലർ വന്നു ചേരുവാനുണ്ട്. എപ്പോൾ? മഹോദ്രവ കാലത്ത്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ
മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാതെ കയ്യിൽ മുദ്രയേൽക്കാതെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചനവും കാത്തുകൊണ്ടവരെ ശിരസ് ഛേദിക്കപ്പെട്ടവരുടെ ആത്മാവ് അവിടെ എത്തിച്ചേരുന്നു. അവളുടെ ചോദ്യം, മഹോദ്രവ കാലത്തിന് മുൻപ് കർത്താവിൻ്റെ കാഹളം മുഴങ്ങുകയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എങ്കിൽ ഈ മഹോദ്രവകാലത്ത് യേശുവിൻ്റെ നാമത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നവരുടെ പുനരുത്ഥാനം എപ്പോൾ സംഭവിക്കും? വിശുദ്ധ വേദപുസ്തകം പറയുന്നത് രണ്ട് പുനരുത്ഥാനം. ഒന്ന്, കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ഒരു പുനരുത്ഥാനം നടക്കും. അതിനെ ഒന്നാമത്തെ പുനരുത്ഥാനമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഇവർ ഉണ്ടോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ന്യായാസനങ്ങൾ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൊള്ളാത്തവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. മനസ്സിലാക്കണം, ഈ പറയപ്പെടുന്ന സംഭവം ഈ മൃഗത്തിൻ്റെയും പ്രതിമ വരുന്നതും ഈ മുദ്ര ഏൽക്കുന്നതൊക്കെ മഹോദരകാലത്തല്ലേ? തർക്കമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അക്കാലത്ത് കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. എന്നിട്ട് പറയുന്ന, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അങ്ങനെയെങ്കിൽ 1000 ആണ്ട് വാഴ്ചയുടെ മുൻപ് അവർ മരിക്കണ്ടേ? അവർ കൊല്ലപ്പെടണ്ടേ? എന്നല്ല അവർ ആത്മാക്കളെ കാണുള്ളൂ. എന്നിട്ട് പറയുന്നതാണ്, ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. അതായത് ഈ മഹോദ്രവ കാലത്ത് മൃഗത്തിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതെ കൈമേലോ നെറ്റിമേലോ മുദ്രക ഏൽക്കപ്പെടാതെയും ക്രിസ്തുവിലുള്ള വിശ്വാസം കാത്തുകൊണ്ട ഭക്തർ ശിരസ് ഛേദിക്കപ്പെട്ട രക്തസാക്ഷികളായവരുടെ ആത്മാക്കൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ വന്നു ചേരണം എങ്കിൽ ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നത് തെസ്സലോനിക്കരുടെ ലേഖനം പോലെ, ലേഖനത്തിൻ്റെ 3:4-16 പറയുന്നത് പോലെ കർത്താവിൻ്റെ ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവും അത് മുഴങ്ങുമ്പോഴല്ലേ ഒന്നാമത്തെ പുനരുത്ഥാനം? നിങ്ങൾ പറ. മഹോദ്രവത്തിന് മുൻപേ സഭ എടുക്കപ്പെടുമെന്ന് പറഞ്ഞ്, അല്ല മഹോദ്രവത്തിന് ശേഷമാണ് സഭ എടുക്കപ്പെടുന്നത് പഠിപ്പിക്കുന്ന ഒരു ദുരുപദേശകരാണെന്നും അവർ ഏദൻ തോട്ടത്തിൽ വന്ന സർപ്പമാണെന്നും പറഞ്ഞ വ്യക്തി അടക്കം ഇതിന് മറുപടി പറയണം. അപ്പോൾ ഇവിടെ മഹോദ്രവ കാലത്ത് രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ആത്മാക്കളെ യോഹന്നാൻ കണ്ടിട്ട് പറയാണ്, അവർ ഉയർത്തെഴുന്നേറ്റിട്ട് 1000 ആണ്ട് വാണു. അതിൻ്റെ അർത്ഥം 1000 ആണ്ട് വാഴ്ചകൾക്ക് മുൻപ് അവർ ഉയർത്തെഴുന്നേൽക്കണം. മാത്രമല്ല അവരുടെ ആത്മാവ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ അവർ പങ്കുചേരുന്നുണ്ട്. നിങ്ങളിങ്ങനെ പറയേണ്ടി വരും, അവർ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ അവർ എഴുന്നേറ്റു, അതിനുശേഷമാണ് രക്തസാക്ഷിത്വം വഹിച്ചത് എന്ന് പറയേണ്ടി വരും. ഇതെന്താണെന്നറിയുമോ? ഇത്രയ്ക്കും തെളിവുകൾ നടത്തിയിട്ട് അംഗീകരിക്കാതെ, എനിക്ക് ഡിഗ്രി ഒന്നുമില്ല, എനിക്ക് സാഹിബിൻ്റെ തിയോളജി എനിക്ക് വേണ്ട, എന്നെ കർത്താവിൻ്റെ ആത്മാവ് എന്നെ വചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സന്നിധിയിൽ വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം ദൈവത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ആത്മവീക്ഷണമുള്ളവർ മാത്രം ഏറ്റെടുത്താൽ മതി. തിയോളജിയുടെ പുറകെ പോകണവർ അങ്ങോട്ട് പോകണം. അവരെന്തും പഠിച്ചോട്ടെ, എന്തും പഠിപ്പിച്ചോട്ടെ, ഞാനതിനെതിരല്ല. പക്ഷേ ഇതിനും കൂടെ മറുപടി തന്നിട്ടുണ്ട് പോകണം. ഇവിടെ വളരെ വ്യക്തമല്ലേ, മഹോദ്രവകാലത്ത് മരിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ, അതായത് കർത്താവിൻ്റെ കാഹളം മുഴങ്ങുന്ന സമയത്ത് അവരും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ സഭ വരുന്നതിന് മുൻപ്, പ്രധാന ദൂതൻ്റെ ശബ്ദം മുഴങ്ങുന്നതിന് മുമ്പ്, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുന്നതിന് മുമ്പ് മഹോദ്രവകാലം ഇവിടെ നടക്കണ്ടേ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ബൈബിൾ കോളേജ് അധ്യാപകരെ, പണ്ഡിതന്മാരെ, ദൈവകൃപയെ വിശ്വസിക്കുന്നവർ, അവരുടെ പ്രോത്സാഹനം, അവർ പഠിക്കുവാൻ കാണിക്കുന്ന ഉത്സാഹവുമാണ് എന്നതിനെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ മുൻകാലങ്ങളിൽ 2 വീഡിയോ ഇട്ടു. അതിന് പഠിച്ചവർ എന്നോട് പറഞ്ഞ ദേവദാസനെ അല്പം കൂടി വിശദീകരിച്ച് സ്പഷ്ടമായി ഒരു ക്ലാസ്സും കൂടി ഇടണമെന്ന് ഒന്നിലധികം ദൈവദാസന്മാരും വിശ്വാസികളും ആവശ്യപ്പെട്ടതിന് വെളിച്ചത്തിലാണ് ഞാൻ ഈ 3-ാം ഭാഗം ഇടുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ മഹോദ്രവകാലത്തിന് മുൻപ് സഭ എടുക്കപ്പെടുമെങ്കിൽ അന്ന് കാഹളം മുഴങ്ങി വിശുദ്ധർ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഇനി ഈ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ആത്മാക്കൾ എപ്പോഴാണ്
പുനരുത്ഥാനത്തിന് വിധേയമാകുന്നത്? ഒരു മറുപടി തരണം. ഓക്കെ, അതിന് മറുപടി തരാൻ തൽക്കാലം വിശുദ്ധ ബൈബിളിൽ നിന്ന് കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറപ്പിക്കുന്നില്ല. ഏതെങ്കിലും ബിരുദന്മാരുണ്ടെങ്കിൽ പോരട്ടെ, എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. വിളിച്ചു പറയുകയോ നിങ്ങൾക്ക് പബ്ലിക്കിൽ ഇടുകയോ ചെയ്യാം. ജനങ്ങൾ സത്യം പഠിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ വാദഗതി എന്ന് പറയുന്നത് മഹോദ്രവത്തിൻ്റെ മധ്യത്തിൽ സഭ എടുക്കപ്പെടും. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഒരു ദൈവദാസൻ എന്നെ വിളിച്ചു എടുത്ത വഴി പറഞ്ഞ് സഭ എടുക്കപ്പെടുന്നത് മഹോദ്രവത്തിൻ്റെ മധ്യത്തിലാകട്ടോ. ഞാൻ പറഞ്ഞ ആകട്ടെ, കാരണം അത്രയ്ക്കും വ്യക്തമായിട്ട് പറയണമെങ്കിൽ അദ്ദേഹത്തിന് അതൊരു പങ്കുണ്ടായിരിക്കണമല്ലോ. എന്നിട്ട് എനിക്കൊരു പുസ്തകം അയച്ചു തന്നു. ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന 5-ാം മുദ്ര പൊട്ടിച്ചപ്പോഴുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഈ 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ അവരുടെ ഈ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് കർത്താവ് വന്നു എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ അവിടെ ദൂതൻ യോഹന്നാനോട് പറയുന്നുണ്ടല്ലോ ഇനിയും കുറച്ച് ആളുകൾ വരാനുണ്ടെന്ന്. അപ്പോൾ അവിടെ വെച്ച് ഇവരെ സഹിതം എടുത്തുകൊണ്ട് പോയാൽ ഇനി വരാനുള്ളവരെ എപ്പോൾ കൊണ്ടുപോകും? ഇത് ആദ്യത്തെ ചോദ്യത്തോട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അന്ന് വരെ ഉണ്ടായ രക്തസാക്ഷികളടക്കമുള്ള സകല ഭക്തരെയും കർത്താവ് കൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഇനി വരാനുണ്ടെന്ന് ദൂതൻ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കുറേ ആത്മാക്കളുണ്ടല്ലോ, അവർ എപ്പോഴാണ് പുനരുത്ഥാനം ചെയ്യപ്പെടുന്നത്? അങ്ങനെ ഒരു പുനരുത്ഥാനം ഭക്തർക്ക് വേണ്ടി 2 എണ്ണം ഉണ്ടോ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ് ഭാഗ്യവാന്മാർ. അവരെ കൊണ്ടുപോയതിനു ശേഷം വീണ്ടും വരുന്നവർക്ക് 2ാമത്തെ പുനരുത്ഥാനത്തിലാണ് പങ്കെങ്കിൽ അവർ ഭാഗ്യമില്ലാത്തവരല്ലേ? ഈ കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചിട്ട് ഭാഗ്യമില്ലാത്തവരുടെ ഗണത്തിലേക്ക് പോയെങ്കിൽ ഇതിൽ പരം ഭാഗ്യഹീനത വേറെന്തോ ഉള്ളത്? അപ്പോൾ അവിടെ അതും തെറ്റി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആ പുസ്തകം എടുത്ത് വായിച്ചിട്ട് അതിനകത്ത് ഇത്രാമത്തെ നമ്പർ പേജ് വായിക്കുക. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പുറത്താണ്, പുസ്തകം എൻ്റെ കയ്യിലില്ല. അതൊരു ദൈവദാസൻ്റെ വാക്കിൽ പറയാമോ? അതകത്ത് വായിക്കുക. ഞാൻ പറയും വായിക്കും. ഒന്നാമത് എനിക്ക് പുസ്തകം വായിക്കാൻ എനിക്ക് മടിയായി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പുസ്തകം എൻ്റെ അടുത്തിരിപ്പുണ്ട്. അതെല്ലാം വെറുതെ വായിച്ച് ടൈം വേസ്റ്റ് ആക്കിയതെന്നുള്ള ഒരു അനുതാപം ഇപ്പോൾ എനിക്കുണ്ട്. ആ നേരം കൂടി വിശുദ്ധ ബൈബിൾ വായിച്ച് ദൈവസന്നിധി കണ്ണുനീരൊടുക്കുമായിരുന്നെങ്കിൽ ദൈവം എന്തോരം കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നേനും. ആ പുസ്തകത്തിൻ്റെ പിറകെ പോയി അത് ഉള്ള സമയം പാഴാക്കി. ഞാൻ പറയും ഇനി ഞാൻ അതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഒന്ന് പറയാമോ? അത് മേരി കാതറിന് ഒരു വെളിപ്പാട് കണ്ടത്രേ. അപ്പോൾ ഞാൻ അടുത്ത് ഞാൻ ചോദിച്ചു, അപ്പോൾ മേരി കാതറിന് കണ്ട വെളിപ്പാട് എന്താ ബൈബിളിൽ എഴുതി വയ്ക്കാതിരുന്നേ? കാരണം ആത്മവിവശതയിൽ പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാന് യേശുക്രിസ്തു മുഖാന്തരം കൊടുത്ത വെളിപ്പാടിനേക്കാൾ അതിന് മുകളിൽ കയറ്റി യോഹന്നാൻ കണ്ടതിന് വിപരീതമായൊരു വെളിപ്പാട് മേരി കാതറിന് കിട്ടിയെങ്കിൽ വെളിപ്പാട് പുസ്തകം എഴുതിയ സ്ഥാനത്ത് യോഹന്നാൻ കണ്ട വെളിപ്പാടല്ല എഴുതേണ്ടത്, മേരി കാതറിന് എഴുതിയ വെളിപ്പാടായിരുന്നു എഴുതേണ്ടത്. ഞാൻ പറഞ്ഞു, മേരി കാതറിനല്ല, ഇനി യേശുവിനെ പ്രസവിച്ച മേരി ഉണ്ടല്ലോ, ആ മേരി ആണെങ്കിൽ പോലും യോഹന്നാൻ ആത്മാവിൽ കണ്ട വെളിപ്പാടിന് വിരുദ്ധമായി പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല. അംഗീകരിക്കുന്നവർ അംഗീകരിച്ചോട്ടെ. എത്രയോ സ്ഥലത്ത് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിനെതിരായിട്ട് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നാൽ പോലും അംഗീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണോ മേരി കാതറിൻ? അവരുടെ വെളിപ്പാടിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നല്ലൊരു ഭക്തയാണ്. എനിക്കറിയില്ല, വായിച്ചിടത്തോളം നല്ലൊരു ഭക്തയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങളും പഠനങ്ങളും നമ്മൾ തെളിയിക്കുന്നത് ഇവിടെയുള്ള ആരെങ്കിലും കണ്ട വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇത് തന്നെയാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് പറയുന്നത്. LNG എന്ന് പറയുന്നതായ സ്ത്രീയാണ് വെളിപ്പാട് കണ്ടത്. അപ്പോൾ അങ്ങോട്ടും പോകണ്ടേ? ഇനി മേരി കാതറിനാണോ LNG വൈറ്റ് ആണോ കൂടുതൽ ഭക്തിയെന്ന് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ പലരും വെളിപ്പാടൊക്കെ കാണും. അതോടെ ഇരിക്കട്ടെ. അപ്പോൾ മഹോദ്രവത്തിൻ്റെ മധ്യത്തിലാണ് സഭ എടുക്കപ്പെടുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കാണുന്ന ആത്മാക്കളിൽ പകുതി കൂട്ടർ എഴുന്നേറ്റ് പോയി. ഇനി വരാനുള്ളവർ എപ്പോൾ ഇനി വരുവാനുള്ളവരുടെ പുനരുത്ഥാനം എപ്പോൾ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ തരിക, ഇല്ല എങ്കിൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്കതിൻ്റെ പണത്തിലേക്ക് ഇറങ്ങാം. ചിലർക്ക് പറയുന്നു പുനരുത്ഥാനം 7 ഉണ്ടെന്നോ. എനിക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഒരു ദൈവദാസൻ എനിക്ക് അയച്ചു തന്നു. അവർ പറയുന്ന റെഫറൻസും ഈ പറയപ്പെടുന്ന സംഭവവുമായി ഒരു ബന്ധവും ഞാൻ കണ്ടില്ല. പിന്നെ ആകെപ്പാടെ ഒരു ചോദ്യം അതിനകത്തുള്ളത്, ഒരാശയം പറഞ്ഞത്, കർത്താവിൻ്റെ ക്രൂശ് മരണ സമയത്ത് കല്ലറ വിട്ടുവന്ന ഭക്തന്മാരില്ലെയോ? ഉണ്ട്. അതൊരു പുനരുത്ഥാനം. യേശു ഉയർത്തെഴുന്നേറ്റില്ലേ? 2 പുനരുത്ഥാനം. ഇനി 1-ാമത്തെ പുനരുത്ഥാനം, അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് കഴിഞ്ഞിട്ടൊരു പുനരുത്ഥാനം, 4ആയി. പിന്നെ വേറെ ഇത് 4 പുനരുത്ഥാനം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ പഠനം പറയുക വരുന്നു. പക്ഷേ 7 അവിടെയുണ്ട്. അതിൽ കൂടുതൽ ഞാനിട്ട് തരട്ടെ. ഏലിയാവിൻ്റെ കാലത്ത് ഒന്ന് എഴുന്നേറ്റു.
എലീശയുടെ കാലത്തുനിന്ന് എഴുന്നേറ്റു. അറിയാമല്ലോ, ശൂനേങ്കാരത്തിൻ്റെ മകൻ്റെ കാര്യം അറിയാമല്ലോ. ഇനി ലാസർ ഒന്ന് എഴുന്നേറ്റു, തബീത എഴുന്നേറ്റു, നയൻ പട്ടണത്തിലെ വിധവയുടെ മകൻ എഴുന്നേറ്റു. ഒറ്റ ദിവസമൊന്നും അല്ല കേട്ടോ. യൂത്തിക്കോസ് എഴുന്നേറ്റു, 6 ലാസർ എഴുന്നേറ്റു, 7 യേശു എഴുന്നേറ്റു, 8 യേശുവിൻ്റെ മരണസമയത്ത് കല്ലറ വിട്ട് ഭക്തന്മാരെത്തി, 9 പിന്നെ നിങ്ങൾക്ക് 7ൻ്റെ കണക്ക് എവിടെ നിന്ന് കിട്ടിയേ? ഒരു കാര്യം പറയുക, പുനരുത്ഥാനം അവിടുന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗീയ ശരീരമായി ഉയർത്തെഴുന്നേറ്റവരെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റവരൊക്കെ ജീവനിലേക്ക് മടങ്ങി വന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പുനരുത്ഥാനം എന്നുള്ള പദം ബൈബിൾ പ്രഘോഷിക്കുന്ന ആശയത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഈ ഉയർത്തെഴുന്നേറ്റവരെല്ലാം വീണ്ടും മരിച്ചു. യേശുവിൻ്റെ പ്രാണൻ വിടുന്ന സമയത്ത് കല്ലറയിൽ നിന്ന് വന്ന വിശുദ്ധന്മാർ പട്ടണത്തിൽ പ്രത്യക്ഷനായി. എന്നിട്ട് അവരെ എങ്ങോട്ട് പോയി അവർ? സ്വർഗത്തിലേക്ക് എടുത്തുന്ന എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ ആദ്യ ഫലം ക്രിസ്തു, അതായത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അപ്പോൾ 2 പിന്നീട് 1000 ആണ്ട് കഴിഞ്ഞ് ഒന്നോടെ. ഇപ്പോൾ ഇതൊക്കെ 3 പുനരുത്ഥാനമെന്ന് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പറയാൻ പറ്റില്ല. അവരോടുള്ള ബന്ധത്തിൽ 2 ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ 3. അതിൽ ആദ്യ ഫലം കൊണ്ട് പോകുന്നു ക്രിസ്തു. അത് കൊലോസ്യർക്ക് എന്ന ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുക. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യം എഴുന്നേറ്റവനെന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ദ ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെത്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവായിട്ട്. അതെൻ്റെ ഒത്തിരി പഠനത്തിൽ പോയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സ്പർശിക്കുന്നില്ല. എൻ്റെ ശ്രോതാക്കൾക്ക് എന്നേക്കാൾ തറവായി, കാരണം എൻ്റെ മിക്കവാറും വീഡിയോയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി, പുനരുത്ഥാനം നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ 7 അതിൽ കൂടുതലുണ്ട്. പക്ഷേ ഇവിടെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പുനരുത്ഥാനം 2 ഉള്ളൂ. അതൊന്ന് കർത്താവിൻ്റെ വരവെങ്കിൽ 1-ാം പുനരുത്ഥാനം വരെ പർവ്വത 20-ാം അധ്യായത്തിൽ വായിച്ചല്ലോ. അതിൽ പങ്കുള്ളവരാണ് ഭാഗ്യവാന്മാർ. ഇനി 2-ാമത്തത് 1000 ആണ്ട് കഴിഞ്ഞിട്ട്, അതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി 7 പുനരുത്ഥാനമൊന്നുമില്ല, 2 ഉള്ളൂ. ഇനി യേശുവിൻ്റെ ക്രൂശ് മരണ സമയത്ത് കല്ലറ വിട്ടു പോകുന്ന പുനരുത്ഥാനം ദൈവം പറയുന്ന രീതിയിലുള്ള സ്വർഗീയ ശരീരം പ്രാപിച്ചുള്ള ഒരു പുനരുത്ഥാനം ആയിരുന്നില്ല. ഇനി ആണെങ്കിൽ പോലും കല്ലറ വിട്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉയരത്തിലേക്ക് പോയെന്ന് പറയുന്നില്ല. ഇനി ആണെന്ന് പറഞ്ഞാൽ പോലും അത് കഴിഞ്ഞിട്ടാണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നത്. യേശു ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ക്രിസ്തുവും കർത്താവുമായി ഉയർത്തപ്പെട്ടത്. അപ്പോസ്തലപ്രവൃത്തി 2:36. അതിനുശേഷമുള്ള വെളിപ്പാടിലാണ് ഈ 2 പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നത്. 1-ാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് അവൻ്റെ വരവെങ്കിൽ കാഹളം മുഴങ്ങുന്നത്. വളരെ വ്യക്തമാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാനീ പറയുന്നത്. നമ്മുടെ തലമണ്ടയിരിക്കുന്ന തിയോളജിയൊക്കെ മാറ്റി വെച്ചിട്ട്, നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്ന ചില മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. ഇത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് 2-ാമത്തെ വിഷയം. ഇവിടെ ആരുടെയും തിയോളജി അല്ല പറയുന്നത്. ഇവിടെ കർത്താവിൻ്റെ 1-ാമത്തെ തിയോളജി എന്ന് പറയുന്ന വാക്കേ എനിക്കിഷ്ടമല്ല. കാരണം ദൈവശാസ്ത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു ബൈബിൾ കോളേജ് ഡയറക്ടറെ വിളിച്ച് ഞാൻ സംസാരിച്ചു. ശാസ്ത്രം എന്നാൽ എന്താ? മറുപടിയില്ല. ശാസ്ത്രത്തിന് നിർവചനം പറയാമോ? മറുപടിയില്ല. അതെന്തെന്ന് അറിയത്തില്ല. ഇതൊന്നും അറിയില്ലാത്ത ആളാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ആളാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹവും ഇതേ പറഞ്ഞിരിക്കുന്നു, മഹോദരത്തിന് മുൻപാണ് സഭ എടുക്കപ്പെടുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ തർപ്പിച്ച് പറയുക. പക്ഷേ അടിസ്ഥാനമുണ്ടോ എന്നുള്ള കാര്യം 2-ാമത്തെ വിഷയം. അപ്പോൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നതെന്നല്ല ഞാനിവിടെ പറയുന്നത്. ഞാൻ പറയുന്നത് ദൈവാത്മാവ് പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ കോളേജിൽ നിന്ന് എനിക്ക് വിരോധമല്ല കേട്ടോ. പരമാവധി അറിവ് എവിടെ നിന്നെല്ലാം ശേഖരിക്കാമോ അവിടെ നിന്നെല്ലാം ശേഖരിക്കുക. മഹോദ്രവത്തിൻ്റെ മധ്യത്തിലാണ് സഭ എടുക്കപ്പെടുന്നത് എന്നുള്ള പഠനവും അടിസ്ഥാനരഹിതം എന്ന് ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുന്നിൽ നമുക്ക് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പഠനം വരുന്നത് മഹോദ്രവം കഴിഞ്ഞിട്ടാണ് സഭ എടുക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യമുണ്ടല്ലോ, കർത്താവ് തൻ്റെ രക്തമൊഴുക്കി വാങ്ങിയ വിലയ്ക്ക് വാങ്ങിയ മണവാട്ടിയെ പീഡനത്തിലൂടെ കടത്തി വിടുമോ? ഇല്ല. അതിന് തെളിവ് നമ്മൾ 3 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞു. അവരെ കാത്തുകൊള്ളും. എന്നാൽ എന്തുകൊണ്ടാണ് മഹോദ്രവത്തിന് ശേഷമാണ് സഭ എടുക്കപ്പെടുന്നതെന്ന് ആധികാരികമായി പറയാനുള്ള കാരണം എന്താണ്? അതിന് നേരെ വരുന്ന ചോദ്യങ്ങളും ഇത് വിശ്വസിക്കുന്ന ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളും, എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് എന്നുള്ളത് അടിസ്ഥാന തെളിവുകളും അടുത്ത ഈ ചിന്തയിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കത് കേൾക്കാം. ഒന്നാമത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് മഹോദ്രവകാലം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് വരുന്നത് എങ്കിൽ കർത്താവിൻ്റെ വരവിന് ഇനി 7 വർഷമുള്ളെന്നുള്ള കാര്യം ഉറപ്പായല്ലോ.
അതായത് ഇന്ന് മഹോദരവകാലം തുടങ്ങുമെന്ന് വെച്ചു. അപ്പോൾ മഹോദരവകാലം കഴിഞ്ഞ ഉടനെ കർത്താവ് വരുമെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, അവൻ 7 വർഷം കഴിയുമ്പോൾ വരും. അപ്പോൾ നമുക്കൊരു 6 വർഷം കൊണ്ട് അടിച്ചു പൊളിക്കാം അല്ലേ? എന്നിട്ട് 7ാമത്തെ വർഷം വേണ്ട 6.5 വർഷം നോക്കണ്ട് അടിച്ചു പൊളിക്കാം അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 11ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരു അംശമായ കാഠിന്യം ഭവിച്ചിട്ടാണ് ജാതികൾക്കുള്ള രക്ഷക്കുള്ള വഴി തുറന്നിരിക്കുന്നത്. മനസ്സിലായി? ഇസ്രായേൽ എപ്പിച്ചിട്ട് അകറ്റി നിർത്തിയിരിക്കുക. എന്നിട്ട് ജാതികൾക്കുള്ള കാലമാണിത്. ജാതികളുടെ സംഖ്യ തികയോളം രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോഴേക്കും അവസാനം വരുന്നത് അത് അവസാനമാണ്. അത് ലോകത്തിൻ്റെ അവസാനമാണ്. തരം തിരിച്ച് മനസ്സിലായി, ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കുറയ്ക്കുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ജാതികളുടെ സംഖ്യ തികയണം. അതാണ് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളം. മനസ്സിലായല്ലോ? രണ്ടും മനസ്സിലാക്കുക. നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്താ അടയാളം എന്ന് മത്തായി 24 പറയുന്നുണ്ടല്ലോ. അത് നമ്മളിവിടെ പഠനവിധേയമാക്കുന്നുണ്ട്. അപ്പോൾ നിന്റെ വരവിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ അത് ജാതികളുടെ സംഖ്യ തികയുക. ലോകാവസാനത്തിൻ്റെ അടയാളം എന്ന് ചോദിച്ചാൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ. ഇത് രണ്ടും തരംതിരിച്ച് പഠിക്കണം. അത് പഠിച്ചിട്ട് നമ്മുടെ SPG മിനിസ്ട്രിയിലെ അനുയായികളുടെ തലമുറയിൽ കയറുന്നില്ല. ഇതിനെപ്പറ്റി കയറ്റാനായിട്ട് ഞാൻ നോക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വിധത്തിലാണെങ്കിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തത കിട്ടിയല്ലോ. 7 വർഷം എന്നൊരളവ് കിട്ടിയില്ലേ? അതറിഞ്ഞിട്ടൊന്നും വലിയ ഗുണമില്ല സഹോദര. കാരണം ഇസ്രായേലിനെ ഇച്ചിരി മാറ്റി നിർത്തിയിട്ട് സഭയ്ക്കുള്ള സമയം തന്നു, ജാതികൾക്കുള്ള സമയം തന്നു. ഇനി ഇസ്രായേലിനോട്ടുള്ള ഇടപെടൽ വീണ്ടും തുടങ്ങുമ്പോൾ ജാതികൾക്കുള്ള സമയം തീരും. ഈ രക്ഷയുടെ സുവിശേഷം അവിടെ തീരും. പിന്നെ ഇസ്രായേലിനുള്ള ഇടപെടലാണ്. അവിടെ ജാതികളെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജാതി, അതായത് ഇസ്രായേലിൽ എന്ന് പറയുമ്പോൾ മഹോദരവകാലത്ത് ജാതികളെന്ന് പറയുന്നുണ്ട്. അതെന്താ ജാതി എന്ന് പഠിക്കണമെങ്കിൽ ഞാൻ ഇപ്പം അതിലേക്ക് ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഇസ്രായേലിലെ എല്ലാ ജാതികളും അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതിയാണെങ്കിൽ പിന്നെ ഇസ്രായേലിലെ എല്ലാ ജാതി എന്ന് പറയുമ്പോൾ എന്താണ് ഉപജാതികളുണ്ടോ? അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മളിവിടെ പഠിച്ചാൽ ആ ചോദ്യത്തിന് നമുക്ക് മറുപടി കിട്ടും. ഞാൻ അതിലേക്ക് അധികം കടക്കാതെ ഒറ്റ വാക്ക് പറയാം. ജാതികൾക്കുള്ള കാലം മഹോദ്രവത്തിൻ്റെ ആരംഭത്തോടു കൂടി അതങ്ങോട്ട് തീരും. അത് തീർന്നിട്ടേ അതിലേക്ക്, അതായത് അവരെ ഒന്ന് അടച്ചു നിർത്തിയിട്ട് നമുക്ക് വേണ്ടി തുറന്നു, ഇനി നമ്മളെ ഒന്ന് അടച്ചു വെച്ചിട്ട് അവർക്ക് വേണ്ടി തുറക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇനി 7 വർഷം ഉള്ളെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ വരവിനെക്കുറിച്ച് പറയുന്ന കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെ വായിക്കുക. പത്രോസ് എഴുതിയ 2ാം ലേഖനത്തിൻ്റെ 3ാം അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യം, 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5ാം അധ്യായത്തിൻ്റെ 2ാമത്തെ വാക്യം ഇവ വായിക്കുക. അവിടെ കർത്താവിൻ്റെ നാൾ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മഹോദ്രവകാലം പ്രതീക്ഷിതമായ നിമിഷത്തിൽ നടക്കുമെന്ന്. അതിനൊരു സൂചന കിട്ടിയാൽ ഓക്കെ, അതിപ്പോൾ നാളെ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസം കൂടെ ഇവിടെ രക്ഷിക്കപ്പെടാൻ. പക്ഷെ അത് കള്ളനെ പോലെ വരും. ആ നാൾ കള്ളനെ പോലെ വരും. ആ നാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നു സ്നേഹിത, അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവിടെ അവസരമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സുപ്രസാദ കാലവും ഇപ്പോഴാണ് രക്ഷയുടെ ദിവസവും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നാൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കള്ളനെ പോലെ ആ കർത്താവിൻ്റെ നാളും കൊണ്ട് വരും. അതിന് കർത്താവിൻ്റെ നാളെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ വരവാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതിന് ഹോശേയ പ്രവചനം 2ാം അധ്യായത്തിൻ്റെ 11ാമത്തെ വാക്യവും ആമോസ് പ്രവചനം 5ാം അധ്യായത്തിൻ്റെ 18ാമത്തെ വാക്യവും വായിക്കുക. യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ നാളിനെ സഹിച്ചു നിൽക്കുന്നവർ ആര്? കർത്താവിൻ്റെ വരവിനെയാണോ ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ വരവാണോ സഹിച്ചു നിൽക്കുന്നത്? അന്ന് അവിടെ ആരെങ്കിലും ക്ലേശിപ്പിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. കർത്താവ് വരും ദിവസം അവർക്ക് ഭീതി ഉണ്ടാകും. ആകാശം കൊടിമുഴക്കത്തോടെ മാറിപ്പോകുന്നതും ഭയങ്കര പ്രകൃതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് മനോഭീതി ഉണ്ടാകും. അത് ശരി തന്നെ. പക്ഷെ അത് സഹിച്ചു നിൽക്കത്തക്ക രീതിയിൽ ഒരു പീഡനം പോലെ അവർക്കത് അനുഭവമാകത്തില്ല. 2ാമത് ആമോസ് പ്രവചനത്തിൽ പറയുന്നത് അത് ഇരുട്ടിൻ്റെ ദിവസമാണ്. ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത് ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ ദിവസമാണ്. നിങ്ങളതിനു വേണ്ടി കാത്തിരുന്നിട്ട് എന്ത് ഗുണം? അത് അന്ധകാരത്തിൻ്റെ ദിവസമാണെന്ന് വളരെ വ്യക്തമായി അവിടെ പറയുന്നു. അപ്പോൾ ഈ 2 വാക്യങ്ങളുടെയും മാത്രമല്ല, ഇനി ധാരാളം വാക്യങ്ങളുണ്ട്. 2 പോരെ, അത് മതി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം മനസ്സിലായി. യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവല്ല. നമ്മൾ ആമോസിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചത് യഹോവയുടെ നാൾ എന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ ഘോര നാളായിട്ട് കോപത്തിൻ്റെ നാളൊക്കെ ആയിട്ടോ പറയുന്നത്. കർത്താവിൻ്റെ വരവ് കോപത്തിൻ്റെ നാളാണോ? അല്ല. അത് പരീക്ഷാകാലമാണോ കർത്താവിൻ്റെ വരവ്? അല്ല. അത് നമുക്ക് പ്രത്യാശയുടെ കാലമാണ്, പ്രത്യാശയുടെ സമയമാണത്.
അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ നാളെന്ന് പറഞ്ഞിരിക്കുന്നത് മഹോദരവകാലത്തെ തന്നെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ മൂന്നാമത്തെ പഠനമായ മഹോദരവകാലം കഴിഞ്ഞിട്ടാണ് സഭ എടുക്കപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളും തെളിവുകളുമാണ് ഇനി നമ്മൾ പഠന വിധേയമാക്കുന്നത്. അതിന് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്നു യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത്? ചോദ്യം ശ്രദ്ധിക്കുക. നിന്റെ വരവ് എന്നാണെന്നോ ലോകാവസാനം എന്നാണോ എന്നല്ല ചോദിക്കുന്നത്, അതിൻ്റെ അടയാളമാണ്. അപ്പോൾ യേശു പറയുന്നത് അതിൻ്റെ അടയാളത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ അടയാളം അതിന് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഒന്നാമത് പറയുന്ന അടയാളം ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങളും കപട ഉപദേശങ്ങളൊക്കെ ഒത്തിരി ഇറങ്ങും. യേശു ദൈവമല്ലെന്നും ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവം ആദ്യം സൃഷ്ടിച്ചതാണെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലതും ഇറങ്ങും. പക്ഷേ രണ്ടാമത് ഞാൻ ക്രിസ്തുവാണ്, അതാ ഞാൻ അവിടെ, ഇതാ ഞാൻ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് പലരും വരും. അതിൻ്റെ പിന്നാലെയും പോകരുത്. മൂന്നാമത് പറയുന്നത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ ഉണ്ടാകും. ജാതിയോടൊക്കെ എതിരിടും. അതൊക്കെ ഇതിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ പറഞ്ഞ ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ എല്ലാം ഉണ്ടാകും. ഇതും എന്താണ്? കർത്താവിൻ്റെ വരവല്ല, പിന്നെയോ ചോദിച്ചത് അടയാളമാണ് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ് ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഈറ്റുനോവിലേക്ക് കയറിയിട്ടില്ല, ഇതൊക്കെ എൻ്റെ ആരംഭമാണ്. എന്നാൽ അടുത്തത് പറയുന്നത് ഉപദ്രവം ഉണ്ടാകും, നിങ്ങളെ കൊല്ലും, പകയ്ക്കും, പക്ഷെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇതാരോടെ പറയുന്നത്? ഇത് ഇസ്രായേലിനെ നോക്കിയാണ് പറയുന്നത്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ അവരിതിനകത്തോടെ കടന്നു പോകുകയെ. പുതിയ നിയമസഭയുടെ കാര്യം എന്നാ പറഞ്ഞേ? അവരെ കാത്തുകൊള്ളും, അതിലേക്ക് അവരെ വിടത്തില്ല. 1, 2 അവരെ എടുത്തോട്ട് പോകാനല്ല പറയുന്നത്, അതിനെ നടുവിൽ അവർ സൂക്ഷിക്കുമെന്നാണ് യോഹന്നാൻ 17:15 നമ്മൾ വായിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നത്, ഇസ്രായേലിനോട് പറയുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവരെ അതേപടിയെ കൊണ്ടുപോകുമോ? അതേപടിയെ കൊണ്ടുപോകണമെങ്കിൽ രൂപാന്തരം ഉണ്ടാകണ്ടേ? കാരണം അതിനു മുമ്പ് സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടു. അവസാനത്തോളം ഇവിടെ സഹിച്ചു നിൽക്കുന്ന മഹോദരവത്തിലാണല്ലോ. അതിനു മുൻപ് സഭ എടുക്കപ്പെട്ടു, ജീവനോടെ ഇരുന്നവർ രൂപാന്തരപ്പെട്ടു പോയി, മരിച്ചവർ ഉയർത്തെന്നിട്ട് പോയി. ഇവിടെ ഈ അവസാനത്തോളം സഹിച്ചു നിന്ന് രക്ഷിക്കപ്പെടുന്നവരെ എപ്പോൾ കൊണ്ടുപോകും? ചോദ്യം ശേഷിക്കുന്നു, മറുപടി ഇല്ലാതെ പോകുന്നു. ഇവിടെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൻ്റെ അടയാളങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ആശയത്തെ ഉറപ്പിക്കാനായി നമുക്ക് തെസലോനിക്കർ എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഇവിടെ പ്രത്യക്ഷ എന്ന് പറയുമ്പോൾ മേഘപ്രത്യക്ഷത എന്ന് പറയുന്ന ഒരു പ്രത്യക്ഷതയെക്കുറിച്ച് നമ്മൾ തെസലോനിക്കർ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മുൻപ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, കർത്താവിൻ്റെ വരവിന് 2 ആമുഖമുണ്ടെന്ന് താങ്കളോട് ആരാ പറഞ്ഞെന്ന്? എന്നോട് ആരും പറഞ്ഞില്ല, ബൈബിൾ പറയുന്ന കാര്യം ഞാൻ വായിച്ചെന്നുള്ളൂ. താങ്കളത് കണ്ടെത്താതിരുന്നുണ്ട്, ബൈബിൾ വായിക്കാതിരുന്നുണ്ട്. ബൈബിൾ വായിച്ചാൽ അതൊക്കെ കണ്ടെത്തും. വന്നിട്ട് ഞാൻ മറുപടി കൊടുക്കാൻ പോയില്ല. കാരണം ബൈബിൾ വായിക്കാത്ത ഒരു വ്യക്തിയോട് ഞാൻ എന്തിനാണ് വെറുതെ മറുപടി പറയാൻ പോകുന്നത്? അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ആ റെഫറൻസ് ചേർക്കുന്നുണ്ട് അടുത്ത ചിന്താ വിഷയം വരുമ്പോൾ. ഇവിടെ പറയുന്നതും അവൻ്റെ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ മഹത്വ പ്രത്യക്ഷത അല്ല. കാരണം ആ സമയത്ത് അവൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് തെസലോനിക്കർ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവൻ ആകാശത്ത് മേഘത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ ആകാശത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ചെയ്തത്, അവൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടുക. അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും. മനസ്സിലായി? മറ്റൊരു വിശുദ്ധന്മാരുമായിട്ട് വരുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് 2-ാമത്തെ ആമുഖം പറയുന്നത് ഇവിടെ. എന്നിട്ട് പറയുന്നത് 2-ാമത്തെ വാക്ക്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയ എന്ന ഭാവത്താലുള്ള ലേഖനത്തെയോ സുബാധം പെട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. ആരും ഏത് വിധാനയും നിങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കുറേ ഉപദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ പഠിപ്പിക്കലൊക്കെ. ആളുകളൊക്കെ പെന്തക്കോസ്ത് സഭ വിട്ട് അങ്ങോട്ട് ഒഴുകുന്നില്ലേ? അതൊക്കെ ഇതവിടെ സൂചിപ്പിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടാകുന്ന ദൈവം നേരത്തെ പറഞ്ഞിരുന്ന അതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇനി അടുത്ത് ശ്രദ്ധിച്ചോണം.
ഇവിടെ എൻ്റെ കാര്യം പറയണം, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രത്യക്ഷതയെക്കുറിച്ച് പറഞ്ഞിട്ട് വേണം ആദ്യമേ വിശ്വാസത്യാഗം ഉണ്ടാകണം. കർത്താവ് വന്നതിന് ശേഷമല്ല, വരവിന് മുൻപ് ആദ്യമേ വിശ്വാസത്യാഗം ഉണ്ടാകണം. വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. എന്തിന്? അവൻ്റെ വരവിന് മുൻപ്, ശ്രദ്ധിക്കുക, അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുൻപ് ആദ്യമേ വിശ്വാസത്യാഗവും പിന്നീട് അധർമ്മമൂർത്തിയായവൻ്റെ വെളിപ്പെടലും വേണം. എന്നിട്ട് എൻ്റെ 8ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കണമെങ്കിൽ അവൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരിക്കണ്ടേ? അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റവൻ നശിക്കണമെങ്കിൽ അവൻ്റെ താണ്ഡവമാടലെല്ലാം കഴിഞ്ഞങ്ങോട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കണം കർത്താവ് വരുന്നതെന്ന് എത്രയോ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നത്. എത്ര വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. ഇതൊക്കെ ഗ്രഹിക്കാൻ തടസ്സം ചില തിയോളജികളാണ്. പലപ്പോഴും തിയോളജി ദൈവപ്രവൃത്തിക്ക് തടസ്സമാണ്. അതറിയണമെങ്കിൽ എൻ്റെയൊക്കെ ശൈശവകാലത്തെ യോഗങ്ങളെക്കുറിച്ചൊന്ന് വിവരിച്ചാൽ മതി. അന്നൊന്നും അവർക്കിത് അറിയാൻ പാടില്ല. ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുക, എങ്ങനെയാണ് വറുത്താണ് അതിനെ പുഴുങ്ങിയാണ് അതിനെന്ന് അവർ ചോദിക്കുമായിരുന്നു. തിയോളജി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ആകെപ്പാടെ അറിയാവുന്ന ഓളവും ഈ വെള്ളത്തിൻ്റെ അടിക്കുന്ന ഓളവും പിന്നെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയും, ഈ രണ്ടും ഇവർക്കറിയാമായിരുന്നുള്ളൂ. പക്ഷെ അന്നൊക്കെ അവരൊക്കെ വചനം പറയുമ്പോൾ എന്ത് ദൈവപ്രവൃത്തി നടക്കുന്നത്. യേശുവിൻ്റെ വചനം സൃഷ്ടിച്ചുകൊണ്ടിൻ്റെ ഇടയ്ക്ക് തടിയനെ ചങ്ങനിട്ട് പൂട്ടിട്ടുന്ന ഭ്രാന്തി രോഗിയെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ അടിച്ചു വിട്ടുകയാണ്. അതൊക്കെ കണ്ണാലെ കണ്ട ആളാണേ പറയുന്നത്. ആ ദൈവപ്രവൃത്തിക്ക് എവിടെ പോയി? നമ്മൾ പാടാൻ ആദിമ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിൽ എന്ന പോലെ ആത്മാവെ അഭിഷേകം ചെയ്തിരുന്നത്. പിന്നെ ആത്മാവ് അഭിഷേകം ചെയ്യാത്തതല്ലേ നമ്മളുടെ അത്ഭുതം നടക്കാത്തൊരു തടസ്സം. ഇപ്പോൾ തടസ്സം ആരുടെ കുഴപ്പമാണ്? ആത്മാവിൻ്റെ തടസ്സം. ആദിമ നൂറ്റാണ്ടിലെ പോലെ അത്ഭുതം നടക്കാത്ത എന്തുവാ? ആത്മാവ് അഭിഷേകം ചെയ്യുന്നില്ലെന്നേ. അതുകൊണ്ടാന്നേ എൻ്റെ പോലെ. അതൊന്നുമല്ല. അന്നത്തെ ദൈവകൃപയെ മറിച്ച് കളയുന്ന കുറേ ഓളജികൾ വന്ന് മറിച്ച് കളഞ്ഞ് ജനം അങ്ങോട്ട് ഓടി. ദൈവകൃപയെ ആർക്കും വേണ്ട. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോയതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. ഞാനെൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞെന്നുള്ളൂ. ആരുടെയും കെട്ടുകഥയല്ല, ആരും കേട്ടതൊന്നുമല്ല. എൻ്റെ കണ്ണാലെ കണ്ടതും ഇന്ന് ഞാൻ അനുഭവിക്കുന്നതും കൂടെ വെച്ച് ചേർത്തുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അവനെ നശിപ്പിച്ച് കളയണമെങ്കിൽ അവനിവിടെ ഉണ്ടായിരിക്കണം യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ. ഓക്കെ, വ്യക്തമായി തെളിവായി. ഇപ്പോൾ ഇവിടെ തെസ്സലോനിക്കർക്ക് എന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുവല്ലോ, ആദ്യമേ വിശ്വാസത്യാഗം നടക്കണം, രണ്ടാമത് അധർമ്മമൂർത്തിയായും നാശയോഗ്യനായും വരണം. എന്നാൽ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ അടയാളം ചോദിച്ചപ്പോൾ ഈ 28 വരെ വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ട് 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടു പോകും. ഏത്? മഹോദ്രവകാലം കഴിഞ്ഞതിന് ശേഷം സൂര്യൻ ഇരുണ്ടു പോകും. എന്നിട്ട് താഴോട്ട് വായിക്കുകയാണ്, അപ്പോൾ ചന്ദ്രൻ സൂര്യനും ചന്ദ്രനൊന്നും പ്രകാശം കൊടുക്കാതിരിക്കും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. ഇവരെന്താ അടയാളം ചോദിച്ചേ? നിൻ്റെ വരവിൻ്റെ അടയാളം എന്നാണ് ചോദിച്ചത്. ആ വരവിൻ്റെ പറയാണ് ഇപ്പം പറയാണ്, ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് 28 വരെയുള്ള പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം, 28 ഡേറ്റ് അല്ല കേട്ടോ, 28-ാം വാക്യം വരെയുള്ള പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം ആകാശത്തിലെ അതായത് ആ കാലത്തിലെ കഷ്ടമെല്ലാം കഴിഞ്ഞതിന് ശേഷം സൂര്യനും ചന്ദ്രനും ഇരുണ്ട് പോയി കഴിയുമ്പോൾ, അപ്പോൾ മനസ്സിലാക്കുക 30-ാം വാക്യം, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടി അയക്കും. ഇത് മഹത്വപ്രത്യക്ഷത ആണെങ്കിൽ അവിടെ ദൂതന്മാരുടെ കാഹളമുണ്ടായിരിക്കുമോ? 1 തെസ്സലോനിക്കർ 4:16 പറയുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും, ആ കാഹളം എന്ന് പറയുന്നത് മരിച്ചവർ ഉയർത്തി നിൽക്കുന്ന കാഹളധ്വനി. ഇനി 2-ാമത്തെ മഹത്വപ്രത്യക്ഷതയിൽ കാഹളമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? 1 തെസ്സലോനിക്കർക്ക് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കർത്താവായ യേശു തൻ്റെ വിശുദ്ധരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്ദരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെയാണ് വിശുദ്ധന്മാരുമായിട്ട് വരുന്നത്. അവിടെ കാഹളമില്ല.
അവിടെ കാഹളമില്ല. കാഹളം പറഞ്ഞിരിക്കുന്നത് മത്തായി 24:31 വരുമ്പോൾ അവിടെ തന്നെ ദൂതന്മാരുടെ കാഹളം. ഈ കാഹളം ഓതുന്നത് ഏത് വരവിലാണ്? ആകാശമേഘത്തിലിടുമ്പോഴല്ലേ? ആ കാഹളം കേൾക്കുമ്പോഴല്ലേ മരിച്ചവർ ഉയർത്തി നിൽക്കുന്നതും ജീവനോടെ ഇരിക്കുന്ന നമ്മൾ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തത്. ആ സംഭവം നടക്കുന്നത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞതിനു ശേഷം. എത്ര വ്യക്തമാണ്. ഇതിൽ കൂടുതൽ തെളിവിന് വേണോ? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് അത് അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ ഞാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു. ഡിഗ്രി അല്ല തന്നിരിക്കുന്നത്. ഞാൻ ശക്തമായിട്ട് പറയും. കഴിഞ്ഞ നാളുകളിൽ ഞാൻ കുറേയൊക്കെ ഭയന്നു നിന്നു. പക്ഷേ ഇനി ഞാൻ ശക്തമായിട്ട് പറയും. കാരണം ഈ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടെന്നാണ് ജനങ്ങളെ ഇതുപോലെ കബളിപ്പിച്ച് വച്ചിരിക്കുന്നത്. വളരെ കബളിപ്പിച്ച് വച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ആചാര്യോപദേശിയുടെയൊക്കെ ചില പ്രസംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ശുശ്രൂഷയിൽ എവിടെയായിരുന്നു തിയോളജി? ഒറ്റ പ്രസംഗം കഴിഞ്ഞപ്പോൾ 150 പേര് ഒരുമിച്ച് സ്നാനത്തിന് പോയ ചരിത്രം ഇവിടെ കിടപ്പുണ്ടേ. അന്നൊക്കെ തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ 100-150 പേരെ കൈവക്കി ഇങ്ങോട്ട് വരും. ഇന്ന് തീരുമാനം എടുക്കും. എന്താന്നാ വന്നത് ഇനിമേലിൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഇതൊക്കെ കണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മ്യൂസിക് ടീമൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് 3 പതിറ്റാണ്ടിലധികം കൺവെൻഷനുകളിൽ അനേക സ്ഥലങ്ങളിൽ പോയി കണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആരും കോപിക്കൊന്നും വേണ്ട. പ്രത്യേകിച്ച് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഡിഗ്രി എടുത്തിട്ട് മുഴങ്കാലിൽ നിന്ന് പ്രാപിച്ച് വചന ശുശ്രൂഷിക്കുന്നവരെനിക്കറിയാം. MTH ഉണ്ട്, MTV ഉണ്ട്, PhD വരെ എടുത്ത അഭിഷിക്തന്മാരെ എനിക്കറിയാം. PhD എടുത്തിട്ടും അവർ മുട്ടിൽ നിന്ന് പ്രാപിച്ചിട്ട് അവരെ വചന ശുശ്രൂഷ ചെയ്യുന്നത്. ശുശ്രൂഷ കയറി നിൽക്കുമ്പോൾ പഠിച്ചതൊക്കെ ഉണ്ട് മാറ്റിവെക്കും. എന്നിട്ട് പ്രാപിച്ചിട്ട് വിളമ്പിക്കൊടുക്കുന്ന എത്രയോ ബൈബിൾ കോളേജിൽ അധ്യാപകന്മാരുണ്ടെന്നറിയാമോ? എത്രയോ ഡോക്ടറേറ്റ് എടുത്തവരുണ്ടെന്നറിയാമോ? പക്ഷേ ഇതും വെച്ചുകൊണ്ട് ഗ്രീക്കിൽ അങ്ങനെ ഹീബ്രു എന്ന് പറഞ്ഞിട്ട് സമയം കളയുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇച്ചിരി ദേഷ്യത്തെ കൂടിയെന്ന് കൂട്ടിക്കുമോ? കാരണം ഇത്രയ്ക്കും വ്യക്തമായി വചനം പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നെ ഇത് പഠിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഇരുന്നുണ്ടായി വികാരം. ദേഷ്യമല്ല കേട്ടോ. എൻ്റെ കർത്താവ്, എന്തുകൊണ്ടാണ് ഈ അന്ത്യകാലത്ത് ഈ സാധനം ആത്മീയ ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഓളജി കൊണ്ടുവന്ന് ഇറക്കിയത് എന്തിനാണെന്ന് ഒരു ചോദ്യം ഞാൻ അവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ ആരും എന്നോട് കോപിക്കേണ്ട, ദേഷ്യപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല. വചനസത്യം ഇതാണ്. മഹോദ്രവത്തിൻ്റെ മുൻപല്ല, മഹോദ്രവത്തിൻ്റെ നടുവിലല്ല, മഹോദ്രവം കഴിഞ്ഞിട്ടാണ് കർത്താവിൽ പ്രത്യാശ വെച്ച് മണവാളനായി കാത്തിരിക്കുന്ന സഭയുടെ എടുക്കപ്പെടലെന്ന് ഈ വചനത്തോട് തെളിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു ചിന്തയുമായി കൂടി കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.